guys, assalamualaikum. Welcome back to my channel Cooking My Dreams. ഇന്ന് ഒരു വെറൈറ്റി നൂലപ്പവും അതുപോലെ തന്നെ സവാള ചേർക്കാത്ത ഒരു ചിക്കൻ കറിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനെ ആദ്യം തന്നെ നമ്മൾ കുക്കറിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കറുവ, വയനയില, പെരിഞ്ചീരകം ഇത്രയിട്ട് മൂപ്പിച്ച ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അല്പം ചിക്കൻ ഫ്രൈഡ് പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂൺ കറിവേപ്പില പൊടി, പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്, 2 ചെറിയ തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ കറി മിക്കവാറും തന്നെ ഹോസ്റ്റലേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതായിരിക്കും, കാരണം സവാളയുടെ ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും പിന്നെ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 3 വിസിൽ വരുന്നവരേക്കും ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറി ഏകദേശം ഇങ്ങനെയാക്കി ഇരിക്കുക. കുറച്ചേറെ ചാറുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾക്ക് കറിവേപ്പില പൊടിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഇടിയപ്പം കണ്ടാലേ ആദ്യം തന്നെ മധുരക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ടൊന്ന് അരിഞ്ഞ് കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരേക്കും പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് ഉടയണം കിഴങ്ങ്. ഇനി കിഴങ്ങിന്റെ തൊലി കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമന്റായി അറിയിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾ എടുക്കുന്ന മധുരക്കിഴങ്ങിന്റെ അളവനുസരിച്ചിരിക്കും ചേർക്കേണ്ട അരിപ്പൊടിയും. ഇനി നമ്മൾ ഇടിയപ്പത്തട്ടിൽ തേങ്ങ നിറച്ചതിന് ശേഷം നമ്മുടെ ഇടിയപ്പ പീച്ചിൽ നിറച്ചിരിക്കുന്ന മാവ് പിഴിഞ്ഞു കൊടുക്കുക. ഒരു ഭംഗിക്കായിട്ട് മുകളിൽ അല്പം തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ അപ്പച്ചമ്പിൽ വെച്ച് ഇടിയപ്പം വെന്ത് വരുന്നവരേക്കും വേവിച്ചെടുക്കുക. മധുരക്കിഴങ്ങ് ഇടിയപ്പമായിട്ടുള്ള ബെസ്റ്റ് കോംബോ എപ്പോഴും തേങ്ങാപ്പാലാണ്. പിന്നെ മധുരം എരിവ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഇടിയപ്പം ചിക്കൻ കറി കോമ്പിനേഷൻ ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി നമ്മുടെ പഴംപൊരി ബീഫ് കറി കോമ്പിനേഷൻ ഒക്കെ പോലെയാണ് തോന്നിയത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. സോ സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്. അല്ലാഹ് ഹാഫിസ്.